നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമം വിശ്വാസത്തെ ചൂഷണം ചെയ്യാനാണ് എന്നായിരുന്നു ഹിന്ദു സംഘടനകളുടെ നിലപാട്. സംഘപരിവാറിന്റെ ഹിന്ദു സംഘടനകളെയും ക്ഷണിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി കഴിഞ്ഞു. ഭൂരിപക്ഷ വോട്ടാണ് ലക്ഷ്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിശ്വാസമോ രാഷ്ട്രീയമോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും സ്വാഗതം. ഹിന്ദു ഐക്യവേദിയിൽ നിന്ന് ശ്രീ ആർ വി ബാബു, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, ശ്രീ രാഹുൽ ഈശ്വർ രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം CPM-ൽ നിന്ന് ശ്രീ KU ജനീഷ് കുമാർ MLA എന്നിവരാണ് തത്സമയം നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുക. ശ്രീ ആർ വി ബാബു, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? ശ്രീ ആർ വി ബാബു കേൾക്കാമോ? ശ്രീ ആർ വി ബാബു, സർക്കാരിന്റെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള നീക്കം ദുരുദ്ദേശപരമാണ് എന്നുള്ളതായിരുന്നല്ലോ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. അതിൽ മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. സർക്കാരിൻ്റെ ഈ നിലപാട് ദുരുദ്ദേശപരമാണ്, ആത്മാർത്ഥതയില്ലാത്തതാണ്, വഞ്ചനാത്മകമാണ്. അതിൻ്റെ കാരണം ചില ചോദ്യങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ സർക്കാരിൻ്റെ നിലപാടും സർക്കാരിൻ്റെ ശബരിമല ക്ഷേത്രത്തോടുള്ള ആത്മാർത്ഥതയും ഒക്കെ സംശയിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അതിന് ഇപ്പോൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യം, നമ്മുടെ സർക്കാരിൻ്റെ ചുമതലയിൽപ്പെട്ടതാണോ അയ്യപ്പന്മാരെ വിളിച്ചു ചേർക്കുക എന്നുള്ളത്? മന്ത്രി വാസവനാണ് അയ്യപ്പ സംഗമം നടത്തുന്നതിനെ കുറിച്ച് അനൗൺസ് ചെയ്തത്. അയ്യപ്പ സംഗമം നടത്താനുള്ള ആ ഒരു തീരുമാനം സർക്കാർ പ്രഖ്യാപിക്കുന്നത്, ഒരു മന്ത്രി പ്രഖ്യാപിക്കുന്നത് എത്രമാത്രം നമുക്ക് യുക്തിസഹമാണ്? കാരണം ഒരു മതേതര സർക്കാരാണ്. ഒരു മതേതര സർക്കാരിൻ്റെ പെർവ്യൂവിൽ വരുന്നതാണോ ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുക എന്നുള്ളത്? ഇതൊരു കാര്യം. രണ്ട്, അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളൊരു പ്രധാന കാര്യം, ഇത് അവർ പറഞ്ഞിട്ടുള്ളത് ശബരിമലയുടെ വികസന പദ്ധതികൾ ചർച്ച ചെയ്യാനും അയ്യപ്പന്മാരെ കൂടുതലായിട്ട് അതിൽ പങ്കാളികളാക്കാനും ഒക്കെ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്, സ്പോൺസർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. 2006 മുതൽ നമ്മുടെ കേരളത്തിൽ ശ്രീ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ട്. 2007 അതിന് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തു. 2007 മുതൽ 2025 വരെയുള്ള മാസ്റ്റർ പ്ലാന്റെ പദ്ധതി എവിടെ വരെ എത്തി? അതിനെക്കുറിച്ച് ഒരു ധവളപത്രം ഇറക്കാൻ ഈ സർക്കാർ തയ്യാറുണ്ടോ? മാസ്റ്റർ പ്ലാന്റെ പേരിൽ സർക്കാർ ഓരോ വർഷവും അനുവദിക്കുന്ന പണം അത് മുഴുവൻ ലാപ്സായി പോവുകയാണ് ചെയ്യുക. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 220 കോടി രൂപ ഞങ്ങൾ കൊടുത്തു എന്ന് പിണറായി വിജയൻ കഴിഞ്ഞ വർഷം പറയുകയുണ്ടായി. 220 കോടി രൂപ കൊടുത്തതിനെ സംബന്ധിച്ചുള്ള RTI റെവല്യൂഷൻ വന്നു. RTI അനുസരിച്ച് ഒരു ഗോവിന്ദൻ നമ്പൂതിരി എന്ന് പറയുന്നയാൾ, അദ്ദേഹം RTI അനുസരിച്ച് എടുത്ത സമയത്ത് 220 കോടി രൂപ കൊടുത്തു 7 വർഷം കൊണ്ട് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തു, പക്ഷേ അതിനകത്ത് വെറും 80 കോടി രൂപയാണ് ചെലവാക്കിയത്. ബാക്കി 140 കോടി രൂപയും ലാപ്സായി പോയി. ഇനി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുണ്ട്, സ്വപ്ന ദർശൻ പദ്ധതി എന്ന് പറഞ്ഞിട്ട്. ആ പദ്ധതി അനുസരിച്ച് 100 കോടി രൂപ അനുവദിച്ചു. 2015 അനുവദിച്ചതാ. 80 കോടി രൂപയും ലാപ്സായി. അതും RTI അനുസരിച്ച് കിട്ടിയ വിവരമാണ്. ഇതെന്റെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ എവിടെ എത്തി? മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൈപ്പവർ കമ്മിറ്റി ഉണ്ട്. ജസ്റ്റിസ് സിരിജഗൻ ചെയർമാനായിട്ടുള്ള ഒരു ഹൈപ്പവർ കമ്മിറ്റിയാണ്. ആ മാസ്റ്റർ പ്ലാൻ എവിടെ വരെ എത്തി? അങ്ങ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ശ്രീ ആർ വി ബാബു, അങ്ങ് ചോദിച്ചൊരു ചോദ്യം സർക്കാരിന്റെ ചുമതലയിൽപ്പെട്ടതാണോ, ഇതൊരു മതേതര സർക്കാരല്ലേ എന്നുള്ളത്. ഒരു സർക്കാരിൽ ഒരു ദേവസ്വം വകുപ്പ് മന്ത്രിയുണ്ട്. ആ ദേവസ്വം വകുപ്പ് മന്ത്രിയാണല്ലോ ഇത് പ്രഖ്യാപിക്കുന്നത്. അതിന് കീഴിലൊരു ദേവസ്വം ബോർഡുണ്ട്. ആ ദേവസ്വം ബോർഡിനാണ് ഇതിന്റെ ആസൂത്രണ ചുമതല അടക്കം. സംസ്ഥാനത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, അത് ബോർഡാണ് അതിന്റെ മുന്നോട്ടുള്ള പോക്കും അതിന്റെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നത്. എന്നിരുന്നാൽ ബോർഡിന് ഇത്തരത്തിലൊരു ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു ആഘോഷ പരിപാടി, ആ ക്ഷേത്രത്തിന്റെ മുന്നോട്ട് പോക്കിനും ആ തീർത്ഥാടന പാരമ്പര്യം നാട് മുഴുവനും കൊട്ടിഘോഷിക്കാനുള്ള പ്രചാരണം നൽകാനുള്ള തരത്തിലുള്ള പരിപാടികളും ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും കഴിയില്ലേ? അതിന് ഈ സർക്കാരിൽ ഇങ്ങനെ ഒരു ബോർഡും അതിനൊരു വകുപ്പും അതിനൊരു മന്ത്രിയും ഉള്ളപ്പോൾ അത് മതേതരത്തിന് വിരുദ്ധമാണ് എന്ന് ഹിന്ദു ഐക്യവേദി പറയുന്നത് എങ്ങനെയാണ്? അല്ല, ഇവിടെ സർക്കാർ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുന്നു, ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട്, വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്യുന്നു. ഒരു തെറ്റുമില്ല. ഇവിടെ സർക്കാർ ചെയ്യുന്നത് വിശ്വാസികളായിട്ട് അയ്യപ്പന്മാരെയാണ് വിളിക്കുന്നത്. അയ്യപ്പന്മാരെ വിളിച്ചു കൂട്ടുന്നു. ഞാൻ ചോദിക്കുന്നത്, വഖഫ് ബോർഡുണ്ട്, വഖഫ് ബോർഡിന് മന്ത്രിയുണ്ട്. മുസ്ലിം വിശ്വാസികൾ ഇതുപോലെ വിളിച്ചു കൂട്ടുമോ? വിളിച്ചു കൂട്ടാൻ പറ്റുമോ? ക്രിസ്ത്യൻ വിശ്വാസികൾ ഇതുപോലെ വിളിച്ചു കൂട്ടാൻ പറ്റുമോ? ചെയ്യാമോ? അങ്ങനെ
അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ദേവസ്വം ബോർഡ് വിളിച്ചു കൂട്ടട്ടെ, ദേവസ്വം ബോർഡിന് അധികാരമുണ്ട്, ദേവസ്വം ബോർഡ് ചെയ്യേണ്ടതുമാണ്, അത് യാതൊരു തെറ്റുമില്ല. പക്ഷെ സർക്കാർ ദേവസ്വം മന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്നു. ഇത് തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കമാണ്, ശരിയല്ല. ഇതിന്റെ പിന്നിലൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് മാധവിടെ ചർച്ച ചെയ്യേണ്ടത്. ആ അജണ്ട എന്താ? ക്ഷേത്രങ്ങളെ സർക്കാർ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇതിലൂടെ. ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്തരെ ഒഴിവാക്കുന്നു, ഭക്തജന സംഘടനകളെ ഒഴിവാക്കുന്നു. ഇപ്പോ ശബരിമല തന്നെ നോക്കൂ, ശബരിമല സന്നിധാനത്ത് നിന്ന് എല്ലാ ഭക്തജന സംഘടനകളും ഒഴിവാക്കിയില്ലേ? അവിടെ കൃത്യമായിട്ട് അന്നദാനം കൊടുത്തുകൊണ്ടിരുന്ന സംഘടനകൾ, ഏതെങ്കിലും സംഘടനയ്ക്ക് അവിടെ അന്നദാനം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടോ? അതിനുള്ള അനുവാദം ഉണ്ടോ? സകല സംഘടനകളെയും ക്ഷേത്രങ്ങളിൽ നിന്ന് പുറത്താക്കുകയല്ലേ? ഭക്തജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? ഭക്തജന സംഘടനകളെ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? ദേവസ്വം ബോർഡ് മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഓരോ ക്ഷേത്രങ്ങളിലും പാർട്ടി അണികളെ കുത്തിത്തിരികുന്നു. കമ്മിറ്റികൾ പാർട്ടി. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ അന്നദാനമടക്കം ശബരിമലയിലെ കാര്യങ്ങളിൽ ബോർഡ് അല്ലാതെ മറ്റാരും ഇടപെടേണ്ടതില്ല എന്ന തീരുമാനം സർക്കാരിൻ്റെതല്ല. അത് സർക്കാർ ആ നിലപാട് കോടതിയിൽ സ്വീകരിച്ചത് ശരിയാണ്, കോടതി അത് അംഗീകരിച്ചതാണ്. അന്നദാനമടക്കം എന്തിന് പുണ്യം പൂങ്കാവനം പോലും വേണ്ടതില്ല, അത് ദേവസ്വം ബോർഡ് നടപ്പിലാക്കിയാൽ മതി എന്ന തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തതാണ്. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ കെ യു ജനീഷ് കുമാർ, ഇതിന് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്, അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അവിടെ ഒരു മതേതര സംവിധാനത്തിന് കീഴിൽ എങ്ങനെയാണ് ഒരു മന്ത്രി തന്നെ ഒരു വിശ്വാസികളുടെ കൂട്ടായ്മ നടപ്പിലാക്കുന്നത്? അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് വരുത്തി വെക്കുന്നത്. നാളെ മറ്റ് മതവിശ്വാസികളുടെയും കൂട്ടായ്മകൾ അതുമായി ബന്ധപ്പെട്ടുള്ള ബോർഡുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് എങ്കിൽ അത് സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിൽ പിഴയേണ്ട ഒന്നാണോ എന്ന് ചോദിക്കുന്നത് ഹിന്ദു ഐക്യവേദി LDF നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിനോടാണ്. ശ്രീ കെ ജനീഷ് കുമാർ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ ആർ വി ബാബു, ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചോ അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചോ മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹവും ഇപ്പോൾ വിവാദമുണ്ടാക്കുന്നവരുമെല്ലാം ഇതിനെ സംബന്ധിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ കരുതുന്ന നിലയിലല്ല. ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം നല്ല ഉദ്ദേശം തന്നെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ഉദ്ദേശിക്കുന്നത്? ശബരിമല നമുക്കറിയാം, ഏറെക്കാലമായി തീർത്ഥാടന സമയത്തെല്ലാം വലിയ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ആ കാനന ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിൽ കൂടുതൽ ഭക്തജനങ്ങൾ അവിടേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഭക്തജനങ്ങളുടെ പ്രയാസം, ആ പ്രയാസങ്ങളാണ് പലപ്പോഴും പ്രശ്നമായി അവിടെ വരുന്നത്. കഴിഞ്ഞ തീർത്ഥാടന കാലം നമുക്കറിയാം, ഒരു വലിയ മാതൃകയായിരുന്നു, എല്ലാവരും അംഗീകരിച്ചതായിരുന്നു. അതൊരു പഠനത്തിൻ്റെയും ചർച്ചകളുടെയും ഒക്കെ ഭാഗമായി ആണ്, അങ്ങനെ മുൻകാല അനുഭവങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് അങ്ങനെ നമുക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. ആ ഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും എല്ലാം പ്രഖ്യാപിച്ചിരുന്നതാണ്, നമുക്ക് ശാശ്വതമായി ഈ കാനന ക്ഷേത്രത്തിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തർക്ക് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാവണം. അതിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡ്, സംസ്ഥാന സർക്കാർ, ഹൈപ്പവർ കമ്മിറ്റി, ഉദ്യോഗസ്ഥതല യോഗങ്ങൾ എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ആ മാസ്റ്റർ പ്ലാൻ നിങ്ങൾ പറയുന്നത് പോലെ ഉദ്യോഗസ്ഥ തലത്തിലും ഗവൺമെൻറ് തലത്തിലും മാത്രം, മന്ത്രി തലത്തിലും ദേവസ്വം ബോർഡ് തലത്തിലും മാത്രമുള്ള അഭിപ്രായങ്ങൾ മാത്രമല്ല, ഒരു ടീമിനെ വെച്ച് അവരെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് പഠിച്ചൊക്കെയാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തരുടെ പ്രതിനിധികളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്.
അതാണ് ഈ അയ്യപ്പ സംഗമത്തിലൂടെ ഗവൺമെന്റും ദേവസ്വം ബോർഡും ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ശ്രീ കെ. അതിനെന്താ നിങ്ങൾ ബേജാറാവേണ്ട കാര്യം എന്താ? അങ്ങനെ അവതരിപ്പിക്കുകയും മാധു ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. അല്ല, അത് സർക്കാർ നടത്താൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മാധു ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. അതെ, ഞാൻ അതിലേക്ക് വരാം. ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. അത് അവതരിപ്പിക്കുന്നു. ആ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു. അവരുടെ ചർച്ചകളും നിർദ്ദേശങ്ങളും എല്ലാം കേട്ടുകൊണ്ട് ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കുന്നു. ഇതാണ് ലക്ഷ്യം. മറിച്ച് നിങ്ങളുടെ ചോദ്യം, ഇതൊരു സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന കാര്യമാണോ? സംസ്ഥാന സർക്കാരിന് ചെയ്താൽ എന്താ കുഴപ്പം? ഇത് ദേവസ്വം ബോർഡ് ചെയ്യുന്നതാണ്. ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും കൂടിയാണ് ചെയ്യുന്നത്. എല്ലാ വിശ്വാസികൾക്കും വിശ്വാസവും അവരുടെ ആരാധനയും ഒക്കെ ബുദ്ധിമുട്ട് കൂടാതെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുമുണ്ട്, ദേവസ്വം ബോർഡിനുമുണ്ട്. ആ ഉത്തരവാദിത്തമാണ് അവിടെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും നിർവഹിക്കുന്നത്. തീർത്ഥാടനം എടുക്കെ, ശബരിമല തീർത്ഥാടനം ദേവസ്വം ബോർഡ് തന്നെയാണോ നടപ്പിലാക്കുന്നത്? ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും കൂടെയല്ലേ നടപ്പിലാക്കുന്നത്? അതുതന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലും ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ എല്ലാം പ്രശ്നങ്ങൾ കേൾക്കട്ടെന്നേ. നമുക്കിതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം വേണ്ടേ? ഞാനും മാധുവും ശ്രീ RV ബാബുവും തമ്മിൽ ശബരിമലയുടെ വിഷയത്തിൽ എത്ര ചർച്ചകൾ നടന്നു, എത്ര ചർച്ചകൾ. ഓരോ ദിവസവും അവിടെ വാഹനങ്ങൾ നിർത്തുമ്പോൾ ചർച്ച ചെയ്യാറുണ്ട്, ക്യൂ വരുമ്പോൾ ചർച്ച ചെയ്യാറുണ്ട്, ഭക്തർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ചർച്ച ചെയ്യാറുണ്ട്. നമുക്ക് ഇതിനൊരു പരിഹാരം, ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ആ കാനന ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തർക്ക് എല്ലാ സൗകര്യവും ഉണ്ടാവണം. അതിന് അവരുടെ കൂടെ നിർദ്ദേശങ്ങൾ കേൾക്കുക. അവിടെ വരുന്ന ഭക്തർ, അതോടൊപ്പം തന്നെ അവരുടെ പ്രതിനിധികൾ എല്ലാം ആളുകളുടെ അഭിപ്രായം കേട്ട് നമുക്ക് കൂട്ടായി ആ മാസ്റ്റർ പ്ലാൻ നവീകരിച്ച് നടപ്പിലാക്കാം. അതിന് നിങ്ങളുടെ സംഘടനയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം. അത് നമുക്ക് സ്വീകരിക്കാം. ശ്രീ കെ. ജനീഷ് കുമാർ MLA, ഞാൻ അങ്ങനെയൊക്കെ വരും. ശ്രീ RV ബാബു, ഇത് നോക്കൂ, സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് അയ്യപ്പ സംഗമത്തിലൂടെ എന്നുള്ളത് വ്യക്തമാക്കുകയാണ് KU ജനീഷ് കുമാർ. ഇപ്പോ കഴിഞ്ഞതിന് മുമ്പത്തെ തീർത്ഥാടന കാലം നമുക്ക് ഓർമ്മയുണ്ട്. പരാതികളുടെ മേള എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, എരുമേലി മുതൽ അങ്ങോട്ട് ക്യൂ, വാഹനങ്ങൾ നിരനിരയായി മണിക്കൂറുകൾ കിടക്കുന്നു, വെള്ളം പോലും കിട്ടുന്നില്ല, ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ല, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ സമ്മേളനം, ശ്രീ KU ജനീഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഒരു പരാതികൾക്കും ഇട നൽകാതെ അത് വളരെ മനോഹരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന കാര്യം കൂടിയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് കുറച്ചുകൂടി വിപുലമാക്കേണ്ടതുണ്ട്. കാനനക്ഷേത്രമായ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തരുടെ പ്രശ്നങ്ങൾ അവരിൽ നിന്ന് തന്നെ കേൾക്കേണ്ടതുണ്ട്, വിവിധ സംഘടനകളിൽ നിന്ന് കേൾക്കേണ്ടതുണ്ട്, ഇത് പരിഹരിക്കേണ്ടതുണ്ട്, മെച്ചപ്പെട്ട തീർത്ഥാടന സൗകര്യം ഒരുക്കേണ്ടതുണ്ട് എന്ന് ഒരു സർക്കാർ, അതിൻ്റെ ദേവസ്വം വകുപ്പ്, ഈ ഭരണത്തിലുള്ള ദേവസ്വം ബോർഡ് തുടങ്ങിയവ തീരുമാനമെടുക്കുകയും അതിന് സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? മാധു, ഞാൻ പറഞ്ഞല്ലോ, മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ഇതേപോലെ ഭക്തന്മാരിൽ നിന്ന് ഇതുപോലുള്ള നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും സ്വരൂപിച്ചിട്ടാണ് മാസ്റ്റർ പ്ലാൻ 2006 വളരെ വലിയ ബൃഹത്തായൊരു മാസ്റ്റർ പ്ലാൻ നമുക്കുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ 2006 തയ്യാറാക്കി 2007 അത് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തു. ഇപ്പോൾ 18 വർഷം കഴിഞ്ഞു, 2025 എത്തി നിൽക്കുകയാണ് നമ്മൾ. ആ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിട്ട് നടപ്പാക്കാൻ ശ്രമിച്ച കാര്യങ്ങളാണ്. എവിടെ വരെ എത്തിയത്? ഇതെല്ലാം കണ്ണിൽ പൊടിയിടുന്ന ഒരു നടപടിയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഈ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഓരോ വർഷവും സർക്കാർ പ്രഖ്യാപിക്കുന്ന ഫണ്ട് എവിടെ എത്തുന്നു? ആ ഫണ്ട് ലാപ്സായി പോകുന്നു. അതിന് വ്യക്തമായ കണക്കുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ. ആ ഫണ്ട് ലാപ്സ് ആവുന്നു, ഫണ്ട് ചെലവാക്കുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് പോലും ലാപ്സായി പോകുന്നു. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നിൽക്കുകയാണ്. ഇതിനകത്ത് യാതൊരു ആത്മാർത്ഥതയുമില്ല. ഇനി സർക്കാർ യഥാർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഭംഗിയായിട്ട് ദർശനം നടത്തി. ആ ദർശനം നടത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ എത്രമാത്രം, കാരണം ഓൺലൈൻ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ദേവസ്വം ബോർഡുമായിട്ട് എത്രമാത്രം സമരങ്ങൾ ചെയ്യേണ്ടി വന്നു. അതെല്ലാം ഭക്തജന സംഘടനകളുടെ കൃത്യമായ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന് തിരുത്തേണ്ടി വന്നു. അങ്ങനെ തിരുത്തി മുന്നോട്ട് പോയപ്പോഴാണ് ദേവസ്വം ബോർഡിന്റെ സമീപനം മാറിയപ്പോഴാണ് കഴിഞ്ഞ തവണ ശബരിമല ക്ഷേത്രത്തിലെ തീർത്ഥാടനം
ഒരുവിധം സുഗമമായിട്ട് നടന്നു എന്ന് പറയാൻ അങ്ങനെ സമീപനം കഴിയുന്ന മാറിയ അതേ സാഹചര്യത്തിലേക്ക് ദേവസ്വം ബോർഡല്ലേ ഇവിടെയുള്ളത്? ഇപ്പൊ അങ്ങയുടെ ആ വാദം മുഖവിലേക്ക് എടുക്കുകയാണ് എങ്കിൽ തന്നെ അങ്ങനെ സമീപനം മാറിയ ഒരു ദേവസ്വം ബോർഡാണ് ഇവിടെയുള്ളത്. അപ്പൊ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള എല്ലാ സംഘടനകളുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വിപുലമായ ഒരു ക്യാൻവാസ് ഒരുക്കുന്നു എന്നതിൽ വിമർശനം ഉന്നയിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഞാനത് അതിലേക്ക് വരാം. ഒന്ന്, ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ ആ തരത്തിലുള്ള ഒരു പരാതി ഞങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. സർക്കാരിന്റെ ചുമതലയുണ്ട്. സർക്കാർ എന്തിനാണ് ഈ തീർത്ഥാടനം സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? എന്താണ് അത് സർക്കാരിന്റെ ഉദ്ദേശം? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ കേരളത്തിലേക്ക് വരുമ്പോൾ അതുവഴി സർക്കാരിന് കിട്ടുന്ന റവന്യൂ ഉണ്ട്. അത് എല്ലാ സർക്കാരുകളും ചെയ്യുന്ന കാര്യമാണ്. അത് നമ്മുടെ രാജ്യത്ത് ഈ ടൂറിസം എന്നുള്ള നിലയ്ക്ക് വികസനം നടത്താറുണ്ട്. അതേപോലെ തന്നെയാണ് ആത്മീയമായ തീർത്ഥാടനത്തിലേക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വരുമ്പോൾ അതുവഴി നമ്മുടെ സർക്കാരിന്റെ ഖജനാവിൽ പണമെത്തുന്നു, റവന്യൂ കൂടുന്നു. ആ റവന്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ വരുന്ന ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഏതൊരു സർക്കാരും ചെയ്യേണ്ട കാര്യമാണ്. അത് ശബരിമല തീർത്ഥാടകർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഏതൊരു സർക്കാരും ചെയ്യേണ്ടതാണ്. ഇവിടേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് എന്തിനു വേണ്ടിയാ? ഇവിടേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കണം, കൂടുതൽ ഭക്തന്മാരെ ആകർഷിക്കണം. അതുവഴി സർക്കാരിന്റെ ഖജനാവിലേക്കും പണം എത്തുന്നതിന് സാഹചര്യം ഉണ്ടാവും. അതാണ് നമ്മുടെ സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ, സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് പറഞ്ഞത് ഒരു വർഷം സർക്കാരിന്റെ ഖജനാവിലേക്ക് അയ്യപ്പന്മാര് വരുന്നതിലൂടെ ഏകദേശം 10,000 കോടിയോളം രൂപയാ ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നാണ്. അത് ഏത് വഴിക്കാണ്? അത് റവന്യൂ, നമ്മുടെ ടാക്സ് ഇനത്തിൽ മറ്റും ഒക്കെ. എനിക്കറിയില്ല, കാരണം എന്റെ അറിവിൽ എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ശബരിമലയിലേക്ക് ചോദിച്ചോളൂ ജിനീഷ് ചോദിക്കാം. അല്ല, ഈ ശബരിമലയിലേക്ക് ഭക്തർ കൂടുതൽ വന്നാൽ ശബരിമലയിലേക്ക് ഭക്തർ കൂടുതൽ വന്നാൽ എങ്ങനെയാണ് സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊന്ന് ജിനീഷ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA അല്ലേ? ജിനീഷ് ഒന്നും മനസ്സിലാവുന്നില്ലേ? കേരളത്തിലേക്ക് നമ്മുടെ കൂടുതൽ തീർത്ഥാടകർ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിലൂടെ സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം കിട്ടുന്നുണ്ടോ? പെട്രോൾ അടിക്കുമ്പോൾ 28 രൂപ സർക്കാരിന്റെ കയ്യിലേക്ക് കിട്ടുന്നുണ്ടോ? 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ 28 രൂപയാണ് സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുന്നത്. ഞാനതിലേക്ക് അതിന്റെ കണക്ക് ഓരോന്നും, അത് നമ്മൾ കഴിക്കുന്ന ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ഒരു സോഡ കുടിക്കുമ്പോൾ പോലും അതിന്റെ ടാക്സ് സർക്കാരിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ, ഭക്തജനങ്ങൾ വരിക, അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അതുവഴി ഖജനാവിലേക്ക് പണം കിട്ടണം എന്നുള്ളത് ഞാനിത് നേരിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. സർക്കാരിന്റെ ഈ ഖജനാവിലേക്കുള്ള പണം വരവിനെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചതാണ് പ്രശാന്തിനോട്, നിങ്ങൾ എന്തിന് സർക്കാരിനോട് യാചിക്കണം? നമുക്ക് കിട്ടേണ്ട അവകാശമാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഗവൺമെന്റും ഇത്രയും ആളുകൾ ഒരുമിച്ച് വരുന്ന സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളത് സാമാന്യനെ എല്ലാവരും ചെയ്യുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. എന്റെ പോയിന്റ് അതല്ല മാധു. ഞാൻ ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ രണ്ടാമത്തെ പോയിന്റ്, ഈ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടോ അയ്യപ്പന്മാരോട്? ഈ സർക്കാരിന് അയ്യപ്പന്മാരോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ശബരിമല ക്ഷേത്രത്തിലും ശബരിമല സന്നിധാനത്തോടും ശബരിമല വിശ്വാസത്തോടും ഈ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ സർക്കാർ ആദ്യം ചെയ്യണം, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡാവിറ്റ് പിൻവലിക്കാൻ ഈ സർക്കാർ തയ്യാറുണ്ടോ? ആയിരക്കണക്കിന് പ്രവർത്തകര്, ആയിരക്കണക്കിന് അയ്യപ്പ വിശ്വാസികളെ നൂറുകണക്കിന് കേസുകളിൽ കുടുക്കി ഇപ്പോഴും അവർ കോടതി കയറി ഇറങ്ങി നടക്കുകയാണ്. എന്തിനു വേണ്ടിയാ? ശബരിമലയിലെ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ. ഇപ്പോഴും ഇവിടെ വഖഫ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട കേസ്, അല്ലെങ്കിൽ CAA വിഷയത്തിൽ ബന്ധപ്പെട്ട കേസ് എല്ലാം പിൻവലിച്ചു സർക്കാർ. എല്ലാ കേസും പിൻവലിച്ചു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരത്തില് ആയിരക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ ഇന്നും കോടതി കയറി ഇറങ്ങി നടക്കുക. ഈ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടോ കേസ് പിൻവലിക്കാൻ? പറഞ്ഞിരുന്നല്ലോ പിണറായി വിജയൻ കേസ് പിൻവലിക്കുന്നു. ഇപ്പോഴും ഞാനടക്കം കോടതി കയറി ഇറങ്ങി നടക്കുക. അല്ല, അങ്ങ് തന്നെയാണ് തുടക്കത്തിൽ ശ്രീ RV ബാബു പറഞ്ഞത്. അങ്ങ് തന്നെ ഈ ചർച്ചയുടെ പുരോഗതിയിലും പറഞ്ഞു.
ശബരിമലയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാരുകൾ, എല്ലാ സർക്കാരും, ഇപ്പൊ നമുക്കറിയാം യു പിയിലൊക്കെ കുംഭമേള അടക്കം നടക്കുമ്പോൾ അവിടുത്തെ സർക്കാരുകൾ അതിന്റെ സംവിധാനങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തേക്ക് എന്തു കാര്യത്തിനാണ് എങ്കിലും വിശ്വസിച്ച് വരുന്ന ആളുകൾക്ക് അടിസ്ഥാനപരമായ സൗകര്യം ഒരുക്കുക എന്ന് പറയുന്നത് സർക്കാരിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തമാണ്. അതിന്റെ മറ്റു തലങ്ങളിൽ അങ്ങ് പറഞ്ഞതുപോലെ പെട്രോൾ അടിക്കുമ്പോൾ, ചായ കുടിക്കുമ്പോൾ, വാഹനം വിളിക്കുമ്പോഴൊക്കെ വരുന്ന ചെലവ് നമ്മുടെ റവന്യൂ ആയി മാറുകയും ചെയ്യുന്നു. അപ്പോൾ സർക്കാർ അതിന് ആ പണം ഉപയോഗിച്ച് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് തന്നെയാണ് അങ്ങയുടെയും അഭിപ്രായം. അതിലങ്ങ് തെറ്റ് കാണുന്നില്ല. ഇതിന്റെ പ്രശ്നം അങ്ങിപ്പോൾ പറഞ്ഞു വന്നപ്പോഴുണ്ടായ ഒരു കാര്യമാണ്. അതെന്താണ്? വിശ്വാസികളോട് ആത്മാർത്ഥതയുണ്ടോ? അങ്ങ് നേരത്തെ പറഞ്ഞില്ലേ വിശ്വാസത്തിൽ ഇടപെടരുത് എന്നുള്ളത്. അപ്പൊ ഈ കാര്യത്തിൽ ശബരിമല സമരവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ എന്ന് പറയുന്നത് നിയമപരമായ തീരുമാനമാണ്. അത് നമുക്ക് പെട്ടെന്ന് ഒരു കേന്ദ്രമന്ത്രി തീരുമാനിക്കുമ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികളടക്കം അതിൽ നിന്ന്, ആ കേസിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യം എന്നതുപോലെ ഇടപെടണം എന്നാണോ അങ്ങ് പറയുന്നത് എന്ന് എനിക്കറിയില്ല. കെ ജനീഷ് കുമാർ അദ്ദേഹത്തിലേക്ക് ഒരിക്കൽ കൂടി പോയത് കൊണ്ട് CAA പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെ കേസ് പിൻവലിച്ചു നമ്മുടെ നാട്ടിൽ. CAA പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെ വിഴിഞ്ഞം തുറമുഖ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷൻ അടക്കം കത്തിച്ച ശരി, അല്ല, ഇതാണ് ഈ വിഷയമാണ് യഥാർത്ഥത്തിൽ ഉന്നയിക്കാനുള്ളത് എന്നാണ് ഞാനും പറഞ്ഞത്. ശ്രീ കെ ജനീഷ് കുമാർ, അപ്പൊ അദ്ദേഹം നേരത്തെ പറഞ്ഞു മതേതരമായ ഒരു സർക്കാരിന് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട പരിമിതികളില്ലേ എന്നുള്ളത്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ സർക്കാരിന്റെ ഇനിഷ്യേറ്റീവിന് ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് വിമർശനം. ഞാൻ വരാം ശ്രീ ആർ വി ബാബു. ശ്രീ ജനീഷ് കുമാർ, അങ്ങ് ചുരുങ്ങിയ മധു തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പറയരുത്. ഞാൻ ആദ്യമേ തന്നെ പറയാം ഇവിടെ അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് ശബരിമലയിലേക്ക് കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയാൽ അതുവഴി സംസ്ഥാന സർക്കാർ കൂടുതൽ പണം, റവന്യൂ ആഗ്രഹിക്കുന്നു. ആ നിലയിലുള്ള ഒരു വ്യാഖ്യാനമൊക്കെയാണ് നടത്തിയത്. ഓരോ തീർത്ഥാടന കാലം കഴിയുമ്പോഴും സംസ്ഥാന സർക്കാർ എത്ര കോടി രൂപയാണ് തീർത്ഥാടനം സുഗമമാക്കാൻ ചെലവഴിക്കുന്നത്? അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതാണ് അവിടെ നിർവഹിക്കപ്പെടുന്നത്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ശരിയല്ല. അതോടൊപ്പം തന്നെ ഇവർ ചോദിക്കുകയാണ് അഫിഡവിറ്റ്, ഏത് അഫിഡവിറ്റിന്റെ കാര്യമാണ്? ഇനി യുവതീ പ്രവേശനത്തിന്റെ കാര്യമാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഭൂരിപക്ഷം നിങ്ങളല്ലേ, BJP അല്ലേ? ആ സുപ്രീം കോടതിയുടെ വിധി നിങ്ങൾക്ക് അങ്ങ് റദ്ദ് ചെയ്തുകൂടെ? പാർലമെന്റിൽ നിയമം പാസാക്കിയാൽ കൂടെ? അയ്യപ്പ വിശ്വാസികളുടെ ഒന്നും മൊത്തത്തിലുള്ള അവകാശം ഏറ്റെടുക്കാൻ RSSും BJP ഒന്നും വരേണ്ടതില്ല. കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും അവരെല്ലാം മതേതര ചിന്തയുള്ളവരും എല്ലാവരുമാണ്, വർഗീയ ചിന്തയുള്ളവരല്ല. നിങ്ങൾ ഇതിനെ ഈ അവസരം വർഗീയമായി ഭിന്നിപ്പിച്ച് ഇവിടെ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഇവിടെ ഏത് കേസ് പിൻവലിക്കുന്ന കാര്യം നിങ്ങൾ പറയുന്നത്? ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ ബഹളം ഉണ്ടാക്കിയ കേസോ? ഏത് അയ്യപ്പ വിശ്വാസിയാണ് പറയുന്ന ആ കേസ് പിൻവലിക്കണമെന്ന്? അയ്യപ്പ വിശ്വാസികൾ ഇരുമുടിക്കെട്ടും അതോടൊപ്പം തന്നെ നെയ്ത്തേങ്ങയും ഇതെല്ലാം അവരുടെ ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ അടയാളങ്ങളാണ്, വിശ്വാസമാണ്. അത് വലിച്ചെറിയുന്നതാണോ വിശ്വാസം? അത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വിശ്വാസികൾക്ക് ഒപ്പം നിൽക്കുന്നതെന്ന് അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ സംഘർഷത്തെ സുവർണ അവസരമാക്കുവാൻ ശ്രമിച്ചവരാണ്. ഇനിയും ഈ ഘട്ടത്തിലും അങ്ങനെ ഒരു അവസരമുണ്ടോ എന്നതാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഞാൻ നിങ്ങൾ രണ്ടുപേരിലേക്ക് വരാം. മറ്റു രണ്ട് അതിഥികളിലേക്കും രണ്ടുപേരിലേക്കും വരാം. ഡോക്ടർ ജിൻഡോ ജോൺ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഭൂരിപക്ഷ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് അയ്യപ്പ സംഗമം എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിന് ക്ഷണമുണ്ട്. എല്ലാ സംഘടനകളെയും രാഷ്ട്രീയ നേതാക്കളെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക ശബരിമല വികസനത്തിന് എന്നുള്ളതിൽ എന്ത് രാഷ്ട്രീയ ലക്ഷ്യം സർക്കാരിനുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് കാണുന്നത്. അല്ല മാധു, ഇതിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ശബരിമല വികസനത്തിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വികസന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ശ്രമങ്ങൾ മറ്റു മതങ്ങളുടെയും ആരാധനാലയങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ? പ്രത്യേകിച്ച് CPMൻ്റെ സംസ്ഥാന സർക്കാർ, ഈ ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാന സർക്കാർ, ഇവർ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ യുവതി പ്രവേശനത്തിന് വേണ്ടിയിട്ട് 900 പോലീസുകാരെ അകമ്പടി നിർത്തി ബിന്ദു അമ്മണിയെയും രഹന ഫാത്തിമയെയും ഒക്കെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇതൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞത്. അപ്പോൾ ഇവരുടെ നയവ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? എങ്കിൽ ആദ്യം
ആ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ ഈ പോലീസിൻ്റെ അതിക്രമങ്ങൾക്കും കേസുകൾക്കും വിധേയമാക്കപ്പെട്ട 30,000-30,000-ഓളം മനുഷ്യരുണ്ട്. ഏകദേശം 2,000 തൊട്ട് 3,000 കേസുകൾ എടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട മുഴുവൻ മനുഷ്യരോടും വിശ്വാസികളോടും ഈ സംസ്ഥാന സർക്കാർ മാപ്പ് പറയണം. CPM എന്ന് പറഞ്ഞ പാർട്ടി മാപ്പ് പറയണം. ഞാൻ ചോദിക്കട്ടെ, ഈ വാർത്ത വന്നപ്പോൾ ബിന്ദു അമ്മണിയെ പോലുള്ള ആളുകൾ പറയുന്നു ഞങ്ങളും അവിടെ പങ്കെടുക്കും. ആർക്കും പങ്കെടുക്കാം. ഇവിടെ സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ PS പ്രശാന്ത് പറയുന്നത് സംഘപരിവാർ സംഘടനകളെയും പങ്കെടുപ്പിക്കുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, സംഘപരിവാർ സംഘടനകളെ പങ്കെടുപ്പിക്കുമെന്ന് പറഞ്ഞു. ഇത്തരം സംഘടനകളിൽ അംഗങ്ങളല്ലാത്ത ഭക്തർക്ക് പ്രവേശിക്കാനായിട്ട് അവിടെ പങ്കെടുക്കാനായിട്ട് എന്ത് പ്രിവിലേജാണ് ഇവർ കൊടുക്കാൻ പോകുന്നത്? അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് RSSകാരായിട്ടുള്ള ഗവർണർമാരെ കൂട്ടിയ പ്രാതലും അത്താഴവും കഴിക്കാൻ പറ്റൂ എന്നുള്ള സാഹചര്യം നിലവിലുണ്ട്. അതേ സാഹചര്യം തന്നെയാണ് സംഘപരിവാറിനെ കൂട്ടിക്കൊണ്ട് കേരളത്തിൽ ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒരു ഭക്ത സംഗമം നടത്താൻ പറ്റൂ എന്ന് തിരിച്ചറിവ് CPM-നുണ്ടോ? സംഘപരിവാർ സംഘടനകളെ കൂട്ടിയിട്ട് ശബരിമലയുടെ വികസനം നടക്കൂ എന്ന് CPM-നുണ്ടോ? എങ്കിൽ കഴിഞ്ഞ 50 വർഷക്കാലം ശബരിമല തീർത്ഥാടനം 50-ലധികം വർഷങ്ങൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് അതൊന്ന് വ്യക്തത വരുത്തിക്കോട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു സംഘപരിവാർ സംഘടനകളെ അത്തരം സംഘടനകളെയും ക്ഷണിക്കും, അവരെയും കൂടി കൂട്ടുമെന്നുള്ള പ്രസ്താവന ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ താങ്കൾ അത് തെറ്റാണെന്ന് പറയണം. PS പ്രശാന്തിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ എല്ലാ അയ്യപ്പ സംഘടനകളെയും അയ്യപ്പ വിശ്വാസികളുടെ സംഘടനയും കൂട്ടും. ഈ സംഘപരിവാർ സംഘടനകളെ ക്ഷണിക്കുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ആ പരാമർശം ഉണ്ടായത്. ശ്രീ K. ജനീഷ് കുമാർ, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഡോക്ടർ ജിജോജൻ പൂർത്തീകരിക്കട്ടെ. അല്ല, ഒറ്റ കാര്യം കൂടി. ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ RV ബാബുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, CAA സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേസുകളെടുത്ത മുഴുവൻ കേസുകളും സംസ്ഥാന സർക്കാർ പിൻവലിച്ചുവെന്ന്. അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന്, CAA സമരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതവിശ്വാസികളുടെ മാത്രം സമരമായിരുന്നില്ല. ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും, ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന മുഴുവൻ പൗരന്മാരും, ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമത്തിനെതിരായിട്ട് നടത്തിയ സമരമാണ്. അത് ഏതെങ്കിലും ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട സമരമല്ല. ശബരിമല ആചാര സംരക്ഷണ സമരം എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി വിധിയെ മറയാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ യുവതി പ്രവേശനത്തിൽ പോലീസ് അകമ്പടി കൊടുത്തപ്പോൾ അതിനെതിരെ നടന്ന സമരമാണ്. ഈ രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, ശബരിമല സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ കേസുകൾ വിത്ഡ്രോ ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും അത് കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള വാദം ശരിയാണ്. അതോടൊപ്പം CAA സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു തത്വത്തിൽ. പക്ഷെ എത്രത്തോളം കേസുകൾ പിൻവലിച്ചു എന്ന് നോക്കണം. 114 കേസുകൾ മാത്രമേ പിൻവലിച്ചിട്ടുള്ളൂ. 502 കേസുകൾ ഇപ്പോഴും ട്രയൽ നടന്നുകൊണ്ടിരിക്കുക. 241 കേസുകളിൽ അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഫൈൻ അടച്ചാണ് ഒഴിവായിട്ടുള്ളത്. 11 കേസുകൾ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ സംസ്ഥാന സർക്കാർ CAA സമരത്തിൽ പങ്കെടുത്തവരോട് പ്രത്യേക താല്പര്യം കാണിക്കുകയും ശബരിമല സമരത്തിൽ പങ്കെടുത്തവരോട് താല്പര്യം കാണിച്ചില്ല എന്നുള്ള ഹിന്ദു ഐക്യവേദിയുടെ നരേറ്റീവിന് കയ്യടി കിട്ടാനുള്ള സാഹചര്യമാണ് ഇത്തരം ചർച്ചകളിലൂടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ജനങ്ങളുടെ ഇടയിൽ ജാതീയമായിട്ട് മതപരമായിട്ട് ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആസൂത്രണ ശ്രമമാണ്. നമ്മൾ പതിറ്റാണ്ടുകളോളം ശബരിമല ക്ഷേത്രത്തെ ആരാധിക്കുന്നതും അല്ലെങ്കിൽ ബഹുമാനിക്കുന്നതും ഒക്കെ ഏതെങ്കിലും സർക്കാരുകളുടെ പിന്തുണ കിട്ടിയത് കൊണ്ട് മാത്രമാണോ? പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് ശബരിമലയിൽ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് ആളുകൾ വരുന്നില്ലായിരുന്നോ? കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഈ രാജ്യത്തെ ഈ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ അവരുടെ മാതൃഭാഷയിൽ തെറി പറഞ്ഞിട്ട് പോയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്ന അല്ലേ? അപ്പോ ഇവർക്ക് ശബരിമല ക്ഷേത്രത്തോടെന്നല്ല ഒരു തരത്തിലുമുള്ള വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും ഒന്നും ഒരു താല്പര്യമില്ല, ആത്മാർത്ഥതയില്ല. അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഞാൻ മറ്റുള്ളവരിലേക്ക് വരാം. രാഹുലിലേക്ക് വരാം. ഇടവേള. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക്. രാഹുൽ ഈശ്വർ, ഇപ്പോൾ കഴിഞ്ഞതിന് മുൻപത്തെ തീർത്ഥാടനത്തെ കാലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, വലിയ പരാതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരാതികൾ തുടരണം എന്ന് വിചാരിക്കാൻ കഴിയില്ല അല്ലെ? കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് പരാതികളുടെ കുറവുണ്ടായപ്പോൾ അത് വലിയ ആശ്വാസമായിട്ടാണ് ഈ സമൂഹം അപ്പാടെ കണ്ടത്. അപ്പോൾ അതിന് ഞാൻ നേരത്തെ ചർച്ചയിൽ മറ്റ് അതിഥികളോട് ചോദിച്ച കാര്യമാണ്, അത്തരത്തിൽ പരിഹാരം കാണാനും അത്തരത്തിൽ ചർച്ചകൾ ഉണ്ടാകാനും അത്തരത്തിൽ ആശയവ്യക്തത ഉണ്ടാകാനും സർക്കാർ ഒരു ശ്രമം നടത്തുമ്പോൾ സർക്കാരിന്റെ മതേതര കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് അത് എന്ന് വിമർശിക്കുകയാണോ? ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണോ വേണ്ടേ? മധു, 3 കാര്യങ്ങൾ. ഒന്നാമത്, ശബരിമല ഒരു മതേതരത്വത്തിന്റെ കേന്ദ്രമല്ല, മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്. നമ്മുടെ സർക്കാരുകളും മതേതരത്വം എന്ന് പറയുന്നെങ്കിലും മതസൗഹാർദ്ദമാണ് പ്രാക്ടിക്കലി നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ മതങ്ങളുടെയും കാര്യത്തിൽ പോസിറ്റീവായ ഇത്തരം ഇടപെടലുണ്ടെങ്കിൽ നല്ലതാണ്. തമിഴ്നാട്ടിൽ വലിയൊരു മുരുക കോൺഫറൻസ് DMKയും വിളിച്ചു, BJPയും വിളിച്ചു. രണ്ടും നല്ലതാണ്. കാര്യം അത്തരം സമ്മേളനങ്ങളിലൂടെ ഭക്തജനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനും സംഘടനകളെ ഒരുമിച്ച് കൊണ്ടുവരാനും കഴിയും. ഇവിടെ തന്നെ NSS, SNDP, പന്തളം റോയൽ ഫാമിലി, മലയരയന്മാരടക്കം ഉണ്ടെന്നാണ് വ്യത്യസ്ത
വാർത്താ സമ്മേളനത്തിൽ കാണുന്നത്. ഇവരുണ്ടെങ്കിൽ നമ്മളെല്ലാം റെപ്രസെന്റഡ്. ഹിന്ദു സംഘടനകളുണ്ട്. അതെ, ഹിന്ദു സംഘടനകളുണ്ട്. അതോടൊപ്പം എനിക്ക് വ്യക്തമായി പറയാനുള്ളത്, ഞാൻ ഹിന്ദുത്വവാദിയല്ല, പക്ഷേ ശ്രീ കുമ്മനം രാജശേഖരനെ അടക്കം RSSന്റെ പ്രാതിനിധ്യവും അവിടെ വേണം. കാര്യം എത്രയോ വർഷമായി ശബരിമലയ്ക്ക് നിസ്വാർത്ഥമായി ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അദ്ദേഹം ഇല്ലാതെ എങ്ങനെയാണ് ഒരു ഭക്ത സമ്മേളനം പൂർത്തിയാകുക? അതുകൊണ്ട് തീർച്ചയായും ശ്രീ കുമ്മനം രാജശേഖരനെ അടക്കം വിളിച്ചത്. കാര്യം ഇങ്ങനെ ഞാൻ പേരെടുത്ത് തന്നെ പറയാം. കുമ്മനം രാജശേഖരൻ പറഞ്ഞത് എന്താണ്? ഞങ്ങളെ കൂടി വിളിക്കണമെന്നല്ല, സർക്കാരിന് ഇങ്ങനെ ഒരു സമ്മേളനം നടത്താനുള്ള ധാർമ്മിക അടിത്തറ ഇല്ല എന്നാണ് കേസിന്റെ കാര്യം. അതിലേക്ക് വരാം. ഞാനടക്കം ഇപ്പോഴും ആ കേസിന്റെ കാര്യത്തിലാണ്. ശബരിമല പ്രൊട്ടസ്റ്റിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്റെ മുത്തശ്ശി ദേവിക അന്തർജനമാണ്, രണ്ടാമത് എന്റെ അമ്മയാണ്, മൂന്നാമത് ഞാനും. കാര്യമല്ലേ തുടങ്ങുന്നത് തന്നെ നിയമത്തിൽ നിന്നാണല്ലോ, സുപ്രീം കോടതിയിൽ നിന്നാണല്ലോ. അപ്പൊ അതിനുശേഷം സർക്കാർ ഈ കാര്യത്തിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഇത് മുഴുവനും ബാലൻസ് ഷീറ്റ് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രമേ അത് വളരെ കോംപ്ലക്സ് വിഷയമാണ്. എന്നാലും പെട്ടെന്ന് 2-3 വരികളിൽ പറയാം. അതായത് ഈ ശബരിമല പ്രക്ഷോഭം എന്ന് പറഞ്ഞ ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ പ്രക്ഷോഭമാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 4-1 എന്ന സുപ്രീം കോടതി വിധി വിശ്വാസികൾ അതിജീവിച്ച ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സുപ്രീം കോടതി വിധി ഇന്നേരെ ഇന്ത്യയിൽ അതിജീവിച്ചില്ല. 2-അംഗ ബെഞ്ചിന്റെ ഒക്കെ വിധി അതിജീവിച്ചിട്ടുണ്ട്. മറ്റേ പിന്നോക്ക വിഭാഗക്കാരുടെ കേസ് ഞാൻ കുറച്ചുകൂടെ പച്ചയ്ക്ക് പറയാം. കാര്യം ആൾക്കാർ ഇനിയും കേൾക്കണം. ഇത് ഏക കേരളത്തിൽ പറഞ്ഞാൽ ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ഇന്ന് പോലും ജിൻഡോ ജോൺ അല്ല, അതുകൊണ്ട് ഞാൻ പറയേണ്ടത് ഈ വിധി എന്ന് പറഞ്ഞാൽ ശബരിമല വിധിയുടെ അന്തസത്ത എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പണി കൊടുക്കാൻ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരിക എന്ന വളഞ്ഞ വഴിയായിരുന്നു. ഇത് കേരളത്തിൽ മനസ്സിലായത് ഒരു രമേശ് ചെന്നിത്തലയ്ക്കാണ്. ഞാൻ സുപ്രീം കോടതി വിധിയെ കുറിച്ച് ബാർ കൗൺസിൽ മെമ്പറായ അഡ്വക്കേറ്റായ ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുകയാണ്. അതായത് ശബരിമല വിധിയുടെ അന്തസത്ത എന്ന് പറഞ്ഞാൽ സംഘടനകൾക്ക് പണി കൊടുക്കാൻ സുപ്രീം കോടതി വിധി ഞാൻ ഇനി പേരും കൂടെ എടുത്തു പറയാം. കാര്യം എനിക്കെതിരെ വേറെ ആക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന വ്യക്തി വളഞ്ഞ വഴിയിലൂടെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ നടത്തിയ നാടകമാണ്. അത് സ്വാമി അയ്യപ്പനായിട്ട് പൊളിച്ചു കൊടുത്താണ്. അതിന്റെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് സത്യം. ഇതിനെതിരെ ആ ബെഞ്ചിൽ തന്നെ എനിക്കെതിരെ പരാതി പോയതാണ്. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞത് അതിന്റെ സങ്കീർണത ഏതാണ്, അത് ശ്രീ ജിൻഡോ ജോണും നമ്മുടെ ജനീഷ് കുമാർ സാറും മനസ്സിലാക്കണം. അതായത് വളഞ്ഞ വഴിയിലൂടെ ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ എന്തോ വലിയ ത്യാഗം ചെയ്തു, ഇനി മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ ഒരു വളഞ്ഞ വഴി വന്നതാ. പക്ഷേ അയ്യപ്പൻ അവരുടെ അപ്പുറത്ത് മേളിലാണ്. അതുകൊണ്ട് അയ്യപ്പൻ തിരിച്ചു പണി കൊടുത്തതാണ് ആ സുപ്രീം കോടതി വിധി നടപ്പാകാത്തത്. അത് മറ്റൊരു വിഷയം. നമ്മുടെ വിഷയത്തിലേക്ക് ഈ പറയുന്നത് ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഇവിടെ NSSും SNDPയും പന്തളം റോയൽ ഫാമിലിയും മലേറിയരും എല്ലാം വന്നു. അപ്പോൾ RSSന്റെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും സർവാദരണീയനാണ് കുമ്മനം ചേട്ടൻ. ഞാനൊരു പ്രീസിഡന്റും കൂടെ പറയാം. നമ്മുടെ ദേവസ്വം മന്ത്രിയായിരുന്ന സുധാകരൻ സാർ ഇരുന്നപ്പോൾ ഈ വിവാദമായ ബില്ലടക്കം പല കാര്യങ്ങളും വന്നതിന് അദ്ദേഹം പേരെടുത്തെഴുതി. ഞാൻ മാതൃഭൂമി തന്നെ എഴുതിയിട്ടുള്ളത്, ഞാൻ ശ്രീ കുമ്മനം രാജശേഖരന്റെ അടക്കമുള്ള സജഷൻ സ്വീകരിച്ചു. കുമ്മനം ചേട്ടൻ കാവി ഇടാത്ത സന്യാസിയാണെന്ന് ശശി തരൂർ അടക്കം എല്ലാവർക്കും അഭിപ്രായമുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ട് കുമ്മനം ചേട്ടനെ ഒരു ഗസ്റ്റായി വിളിക്കുന്നില്ല? അപ്പൊ ഹിന്ദു സംഘടനകളുടെയും കൂടെ അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടനയും കൂടെ ഒരു നല്ല റെപ്രസെന്റേഷൻ ഉണ്ടാവും. ഇങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു ചിന്തയല്ലേ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരേണ്ടത്? ഒരു കാര്യം കൂടെ, അത് ജിനേഷ് കുമാറിനോടും കൂടെ റിക്വസ്റ്റ് ആണ്. ഒരുപാട് കേസുകളുണ്ട്. ഇതിൽ ആദ്യം കേസ് വന്ന ആൾക്കാരിലുള്ള നമ്മുടെ ആദിവാസി അമ്മമാരാണ്. അവരാണ് ബസ്സുകൾ നേരിട്ട് തടഞ്ഞത്. അവർക്കടക്കം കേസുകൾ ഇന്നും പല തലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇതൊന്ന് പിൻവലിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഒരു വരിയും കൂടെ എടുത്ത് ഞാൻ തീർക്കാം, ഇത് പിൻവലിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പം തമിഴ്നാട്ടിലെ 2 മുരുക സമൂഹങ്ങൾ പോലെ നമ്മൾ നടത്തി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്, സൗകര്യങ്ങൾ, ബെനിഫിറ്റ്സ്, എന്താ പറയുക, കംഫർട്ട്. എനിക്ക് ഒറ്റ വരിയിൽ ഒരു മറുപടി തരണം. ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് പിൻവലിക്കാത്തടത്തോളം കാലം ശബരിമല വികസനം വേണ്ടേ? വികസനം വേണം, പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സംഘടനകളിൽ ഒന്നാണ് CPM. CPMന് വിശ്വാസികളോട് പുതിയൊരു ചാപ്റ്റർ ആണല്ലോ. അല്ലെന്നാർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? അങ്ങനെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള സംഘടനയാണ് CPM. ഹിന്ദുക്കൾ അംഗങ്ങളുള്ള സംഘടന CPM. അപ്പം വിശ്വാസികളോട് പുതിയൊരു ചാപ്റ്റർ തുറക്കുകയാണെങ്കിൽ ഈ വേദനയും കൂടി അക്നോളജ് ചെയ്ത് ഇത്രയും പേർക്ക് കേസുണ്ട്, ഞങ്ങളത് ആക്റ്റീവായി പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ അത് പുതിയ ചാപ്റ്ററാണ്. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ CPMലെ ഒരൊറ്റ ആളുടെ പിടിവാശിയാണ് ശബരിമല പ്രശ്നം ഇത്ര ഇതാക്കിയത്. പത്മകുമാർ സാറടക്കമുള്ള CPMന്റെ മുതിർന്ന നേതാക്കൾക്ക് യുവതികൾ കയറേണ്ടത് തന്നെയായിരുന്നു അഭിപ്രായം. ഞങ്ങളെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. CPMന്റെ പത്തനംതിട്ട ലോക്കൽ കമ്മിറ്റിയുടെ അഭിപ്രായം. ശരി, ശ്രീ RV ബാബു, ഹിന്ദുത്വ സംഘടനകൾക്ക് ക്ഷണമില്ല എന്നതായിരുന്നു പ്രശ്നം. ഹലോ ശ്രീ RV ബാബു, കേൾക്കാമോ? ഹലോ, ഒന്നുകൂടി പറയൂ. ഈ സംഘപരിവാർ സംഘടനകൾക്ക് ക്ഷണമില്ല എന്നുള്ളതായിരുന്നോ പ്രശ്നം? ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അവിടെ പ്രാതിനിധ്യം സംഘപരിവാർ സംഘടനകൾക്കില്ല എന്നതായിരുന്നോ പ്രശ്നം എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾ എന്തുകൊണ്ടാണ് സർക്കാർ നടത്തരുത്, എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഈ സംരംഭവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങളെങ്കിലും ക്ലാരിറ്റി വരുത്തണം എന്ന് പറഞ്ഞത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ.
ഒന്ന്, സർക്കാർ ഇത് നടത്തുന്നത് ആസൂത്രിതമായൊരു ശ്രമമാണ്. ക്ഷേത്രങ്ങൾ സമഗ്രാധിപത്യത്തിലേക്ക്, സർക്കാരിൻ്റെ CPM-ന്റെ സമഗ്രാധിപത്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അത് കുറെ വർഷങ്ങളായിട്ട് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് ഞങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് ഭക്തജന സംഘടനകളെ ഒഴിവാക്കുക, അവിടെ നിന്ന് ഹൈന്ദവ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടതിനെ മുഴുവൻ ഒഴിവാക്കി പാർട്ടി കൊടികൾ അവിടെ പാറിക്കുന്ന തരത്തിൽ പാർട്ടി നേതാക്കന്മാരുടെ ചിത്രങ്ങൾ കൊണ്ടുവരിക, പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രചരണത്തിന് ക്ഷേത്രങ്ങളുടെ വേദികളായിട്ട് മാറ്റുക. ഇതൊക്കെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരള ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവിൽ നമ്മൾ കണ്ടില്ലേ, ഈ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ നമ്മൾ കണ്ടില്ലേ. അപ്പൊ ഇതെല്ലാം ക്ഷേത്രങ്ങളെ പിടിച്ചടക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് സർക്കാർ നേരിട്ട് വിശ്വാസികളെ വിളിക്കുന്നതിന്റെ കാരണം. ദേവസ്വം ബോർഡ് വിളിച്ചാൽ ഇത്രയും പ്രശ്നം ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അതൊന്ന്. രണ്ട്, ഇവിടെ ഇപ്പൊ നേരത്തെ ശ്രീ ജിനീഷ് കുമാറും അതേപോലെ ജിൻഡോയും പറയുണ്ടായി കേസ് പിൻവലിക്കുന്നതിനെ സംബന്ധിച്ച്. ഞാൻ ചോദിക്കുന്നത്, ജിനീഷ് കുമാർ പറയുന്നത് കേസ് പിൻവലിക്കുന്നതിനെ സംബന്ധിച്ച് എന്തോ ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞ കേസാണ്. ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞ കേസാണോ ശശികല ടീച്ചറുടെ പേരിൽ 1000-ഓളം കേസുകൾ? ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞ കേസാണോ TP സെൻകുമാറിന്റെ പേരിലുള്ള കേസ് 1000-ഓളം കേസുകൾ? SCR കുമാറിന്റെ, എന്റെ പേരിൽ ഞാൻ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞ ആളാണ്. ശബരിമല യുവതി ആ അഭിപ്രായം നിലനിർത്തുന്ന ഒരാളുമാണ് ഞാൻ. ആ അഭിപ്രായത്തിലൊന്നും ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷെ സംഘടന ഒരു നിലപാടെടുക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ നിൽക്കുന്നു, അത് വേറെ വിഷയം. അതൊരു അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്. പക്ഷെ വ്യക്തിപരമായ എന്റെ അഭിപ്രായത്തിൽ ഒരു മാറ്റവും ഞാൻ ഇന്നും വരുത്തിയിട്ടില്ല. പക്ഷെ എന്റെ പേരിൽ 500 കേസുകളുണ്ട്. ഞാനൊരു സമരത്തിന് പോയിട്ടില്ല. എന്റെ പേരിലുണ്ട് 500-ഓളം കേസുകൾ. അപ്പോ കേസുകൾ ചുമത്തിയിരിക്കുന്നത് ആസൂത്രിതമായിട്ട് ഈ സംഘപരിവാർ ഈ കോസിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകളെ മുഴുവനും കേസിൽപ്പെടുത്തുകയാണ്. ഇവിടെ ജിൻഡോ പറയുണ്ടായിരുന്നു CAA പ്രക്ഷോഭത്തിന്റെ കാര്യത്തിൽ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് CAA പ്രക്ഷോഭത്തിനും അതും ക്രിമിനൽ ആക്ടിവിറ്റി ആണല്ലോ, നിയമപരമായിട്ടും കേസ് എടുക്കേണ്ട കാര്യമാണല്ലോ. അത് പിൻവലിക്കുന്നു, ഇത് പിൻവലിക്കാതിരിക്കണതിന്റെ യുക്തി എന്താണ്? കേസിന്റെ മെറിറ്റ് അവിടെ നിൽക്കട്ടെ. ഒന്ന്. രണ്ട്, ജിൻഡോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം കേസിലെ പ്രതികളുടെ കേസ് മുഴുവൻ പിൻവലിച്ചത്? പോലീസ് സ്റ്റേഷൻ കത്തിച്ച കേസല്ലേ? പോലീസ് ജീപ്പ് കത്തിച്ച കേസല്ലേ? 32 പോലീസുകാരെ കാലും തല്ലും കൈയും തല്ലി ഒടിച്ച കേസല്ലേ? എന്തിനാണ് നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ട് വയനാട് താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസ് കത്തിച്ച് അവിടുത്തെ ഫോറസ്റ്റ് ജീപ്പ് കത്തിച്ച കേസുകൾ മുഴുവൻ പിൻവലിച്ചത്? പിണറായി വിജയന്റെ ഗവൺമെന്റ് അല്ലേ പിൻവലിച്ചത്? എന്താ അതിന്റെ കാര്യം? അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കേസുകളൊക്കെ നിങ്ങൾ പിൻവലിക്കും. എന്തുകൊണ്ടാണ് ഇത് പിൻവലിക്കാത്തതെന്ന് വെച്ചാൽ ഇത് ഹിന്ദു താല്പര്യത്തിനനുസൃതമായിട്ട് ആ ഹിന്ദു വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ കേസാ. ആ കേസിനോടുള്ള സർക്കാരിന്റെ നിലപാടാണ്, സർക്കാരിന്റെ കാപട്യമാണ് ഞങ്ങൾ തുറന്നു കാണിച്ചത്. മറ്റു മതവിഭാഗങ്ങളുടെ കേസുകളിൽ സർക്കാർ എടുക്കുന്ന നിലപാട് ഈ ഒരു വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹം നടത്തിയ കേസിൽ വ്യത്യസ്തമായ നിലപാട്. ഈ നിലപാട് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾ വർഗീയവാദികളാണെന്ന് പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആൾക്കാരാണ് കേരളീയരെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ശ്രീ RV ബാബു, എനിക്കൊരു വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ അങ്ങ് ഈ ചർച്ചയിലും ഇതിനു മുൻപും വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് ഈ ഹിന്ദുത്വ സംഘടനകളുടെയോ സംഘപരിവാർ സംഘടനകളിൽ നിന്ന് വിരുദ്ധമായ അഭിപ്രായമാണ് എന്നുള്ളത്. അങ്ങ് ഈ ചർച്ചയിലും ഇതിനു മുൻപും വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം ഈ ചർച്ചയിലും അങ്ങ് നമുക്കറിയാം ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളുടെ തുടക്കം എവിടെ നിന്നാണ് എന്നതുപോലും നമുക്കറിയാം. എന്നിട്ട് അങ്ങ് ഈ ചർച്ചയിൽ പറയുകയാണ് ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഈ കേസുകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള. പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അങ്ങയുടെ അഭിപ്രായത്തിനും ഈ കേസുകളുടെ തുടക്കം മുതലുള്ള പരിവാർ സംഘടനകളുടെ അഭിപ്രായത്തിനും വ്യത്യസ്തമായ ചില നിലപാടുകൾ നേരത്തെ ജനീഷ് കുമാർ പറഞ്ഞതുപോലെ ഇവിടുത്തെ സുവർണാവസരം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഉണ്ടാകുന്നത് എന്ന് പിന്നീട് ഇതര രാഷ്ട്രീയ ചേരിയിൽ നിന്ന് വിമർശനം ഉന്നയിക്കപ്പെട്ട ആശയങ്ങളിൽ നിന്ന്. അപ്പോൾ അങ്ങേക്കുള്ള അഭിപ്രായം ശബരിമല ആചാരത്തിന് വിരുദ്ധമായ അഭിപ്രായമാണ് എന്നാണോ അങ്ങ് പറഞ്ഞു വന്നത്? അങ്ങനെയാണ് എങ്കിൽ ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോഴത്തെ നിലപാടെടുക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്ത് എങ്ങനെയാണ് അങ്ങ് ഇരിക്കുക? മധു, ഒരു വിഷയം മധു ഈ അവതരിപ്പിക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ അവതരിപ്പിക്കരുത്. എന്താണ് ശബരിമല വിഷയത്തിലെ ഈ തരം പ്രൊവോക്കേഷന് മുഴുവൻ കാരണം വിശ്വാസികളുടെ ഭാഗത്തു നിന്ന്? എന്തായിരുന്നു ഹൈന്ദവ സംഘടനകളുടെ ആദ്യത്തെ അഭിപ്രായം? എന്തായിരുന്നു? സുപ്രീം കോടതി വിധി വന്നു, ഓക്കെ. സുപ്രീം കോടതി വിധി ഒരു ഡയറക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. സുപ്രീം കോടതി വിധി അവിടെ കയറാം, സ്ത്രീകൾക്ക് കയറാം, ഒരു ഉത്തരവ് വന്നു. കയറ്റണം എന്നാണോ? അല്ല, കയറാം. കയറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ ആസൂത്രിതമായി പ്രവർത്തിച്ചു. അത് ഒരു പ്രൊവോക്കേഷനാണ്, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഹൈന്ദവ സംഘടനകളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഈ വിധി നടപ്പാക്കുന്നതിന് മുമ്പ് കേരളത്തിലെ ഹൈന്ദവ സംഘടനകളും ആചാര്യന്മാരും സന്യാസിമാരും ഒക്കെ ആയിട്ട് കൂടി ആലോചിക്കണം, ഇതൊരു വൈകാരിക പ്രശ്നമാണ്. അത്തരത്തിലുള്ള ഒരു അവധാനത സർക്കാർ കാണിക്കണം എന്ന് ഹൈന്ദവ സംഘടനകളുടെ അഭിപ്രായം അതായിരുന്നില്ലേ? സർക്കാർ എന്താ ചെയ്തത്? വാശിയോടുകൂടി ഇത് കയറ്റിയേ പറ്റൂ. സർക്കാർ
വാശിയോടുകൂടി അത് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോഴല്ലേ ഈ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് മാറിയത്? രഹാന ഫാത്തിമയെ കൊണ്ടുവന്നതാരാ? 300ഓളം പോലീസുകാരുടെ പ്രൊട്ടക്ഷനോടുകൂടിയില്ലേ രഹാന ഫാത്തിമ വന്നത്? രഹാന ഫാത്തിമ എന്താ വിശ്വാസിയായിരുന്നോ? ബിന്ദു അമ്മണി എന്താ വിശ്വാസിയായിരുന്നോ? കനകദുർഗ എന്താ വിശ്വാസിയായിരുന്നോ? ഏതടിസ്ഥാനത്തിലാണ് രാത്രിക്ക് രാത്രി അവിടെ ഈ സ്ത്രീകളെ കയറ്റിയത്? രാത്രിക്ക് രാത്രി ഇത്തരത്തിൽ വന്നപ്പോഴാണ് വിശ്വാസികൾ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ടാണല്ലോ CPM മാപ്പ് പറയേണ്ടി വന്നത് പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞില്ലേ? ഒന്ന് ആഡ് ചെയ്തോട്ടെ. കേരളത്തിലെ ഹിന്ദു സംഘടനകളുടെ അഭിപ്രായം കലികാലം തീരുന്നവരെ ശബരിമല യുവതികളെ കേറ്റില്ല. ഒരവധാനതയില്ല. ഇത് രാഹുൽ ഈശ്വറിന് മാത്രമൊന്നുമല്ല, NSS അടക്കമുള്ള എല്ലാ സംഘടനയും നിലപാടാണ്. ഞങ്ങൾ നിലപാട് കാണും. കലികാലം തീർന്നാലും ശബരിമല യുവതികൾ കേറില്ല. അങ്ങനെ ആരും ചിന്തിക്കണ്ട. അങ്ങനെ ഒരു നിലപാട് കേരളത്തിലുള്ള ഒരു ഹിന്ദു സംഘടനയ്ക്കില്ല. ഇനി ഒരു കാര്യം കൂടി, ഇത് എനിക്ക് മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലുള്ള പൂജനീയ സംഘാലക് മോഹൻ ഭഗവത്ജിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്ത അങ്ങനെ ഒരു നിലപാടില്ല. കലികാലം തീർന്നാലും രാഹുൽ ഈശ്വർ കുറെ നാളായിട്ട് പറയുന്നുണ്ട് ശബരിമല വിധി കൊണ്ടുവന്നത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനുള്ള എളുപ്പ വഴിക്ക് ശബരിമലയിൽ സ്ത്രീകൾ കയറിയാൽ യൂണിഫോം സിവിൽ കോഡ് ശബരിമലയിൽ സ്ത്രീകൾ യൂണിഫോം സിവിൽ കോഡ് നിങ്ങൾ ഇനി സ്വപ്നം കാണണ്ട. നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി നിങ്ങൾ എത്ര PDPക്ക് വേണ്ടി പ്രചരണം നടത്തിയാലും ഇവിടെ യൂണിഫോം അത് വരുത്താനുള്ള ചങ്കൂറ്റമുള്ള പ്രധാനമന്ത്രി യൂണിഫോം സിവിൽ കോഡ് വന്നിരിക്കും. നിങ്ങൾ അവിടെ പോയി പൊന്നാനി പോയി എന്നിട്ട് എന്തായി CAA പ്രക്ഷോഭം? നിങ്ങൾ വ്യാപകമായി കള്ളം പ്രചരിപ്പിച്ചില്ലേ? പുറത്താക്കാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ കള്ളം പ്രചരിപ്പിച്ചില്ലേ? ശരി ഞാൻ ഇടപെടുകയാണ്. അതിലൊരു ശ്രീ RV ബാബു പറഞ്ഞതിലൊരു കാര്യമുള്ളത്, സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞിട്ട് സംഘടനകളുമായി കൂടിയാലോചന നടത്തി നടപ്പിലാക്കണം എന്നൊക്കെയാണ്. അങ്ങനെ ഒരു സ്ഥാനം NSS ഉണ്ടോന്നുള്ളതല്ല, ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല എന്നുള്ളതാണ്. ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പറയേണ്ടതാണ്. അതിനുശേഷം സംഘടനകൾ കൂടി ചേർന്ന് ആലോചിച്ചെടുക്കുന്ന തീരുമാനമല്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ബോധ്യം. ഒരു മിനിറ്റ് ഞാൻ വരാം. ശ്രീ ജനീഷ് കുമാർ, കെ ജനീഷ് കുമാർ, ഇവിടെയുള്ളൊരു അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ശബരിമലയിൽ വികസനം വേണ്ടതുണ്ട്, ശരിയാണ്. ഇപ്പോൾ നേരത്തെ ശ്രീ RV ബാബു പറഞ്ഞു വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡുകളിലൂടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നാളെ മുസ്ലിം സമുദായം അല്ലെങ്കിൽ ഇതര മത സമുദായവുമായി ബന്ധപ്പെട്ടും ഈ തരത്തിലുള്ള വിളിച്ചുകൂട്ടലുകൾ ഭക്തസംഗമം സർക്കാർ നടത്തുന്നത് എങ്ങനെ ശരിയാകുമെന്നുള്ളത്. ഇപ്പോൾ വഖഫ് ബോർഡ് നമുക്കറിയാം, അത് ഏതെങ്കിലും ഒരു മതസമുദായത്തിൻ്റെ അല്ലെങ്കിൽ മതവിഭാഗത്തിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളുടെ ഭരണത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതല്ല. അത് വഖഫ് സ്വത്തുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. പക്ഷേ ഇവിടെ ആരാധനാലയങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ് ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇത് കൂട്ടിച്ചേർത്ത് പറയുക എന്ന് പറയുന്നതിൽ വളരെ സാങ്കേതികവും വളരെ പ്രകടവുമായ മാറ്റമുണ്ട്. ഇപ്പോൾ ഒരു മതേതരമായി ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ മതേതരമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ അതിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്, ന്യൂനപക്ഷ മന്ത്രാലയം വേറെയുണ്ട്. അപ്പൊ ഈ വകുപ്പിനുള്ളിൽ തന്നെ വകുപ്പിന് കീഴിലാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. ദേവസ്വം വകുപ്പിന് ദേവസ്വവുമായി ബന്ധപ്പെട്ടും ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ടും ക്ഷേത്രങ്ങളുമായും ബന്ധപ്പെട്ടും ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ വകുപ്പ് പിരിച്ചുവിട്ടിരുന്നാ പോരെ? ജനീഷ് കുമാർ കേൾക്കാമോ? തീർച്ചയായും കേൾക്കാം. തീർച്ചയായും ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും അവർക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമാണ് മാധു ചോദിച്ചത്. ഇവര് ഒരു തരത്തിലും യുക്തിയില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഇവർ കുറേ കാര്യങ്ങൾ പറയുകയാണ്. പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയാൽ അത് ആസൂത്രിതമായ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയാൽ ആസൂത്രിതമായി ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നു, ക്ഷേത്രങ്ങളാകെ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇത് വർഷങ്ങളുമായിട്ട് നിങ്ങൾ പറയല്ലേ
കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ അമ്പലം പൊളിക്കും, ക്ഷേത്രം പൊളിക്കും, ഓരോ കാലത്ത് നിങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതൊന്നും കേരളത്തിലെ ഒരു ആളുകൾ പോലും വിശ്വസിക്കില്ല. പിന്നെ ഇവർ പറയുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയാൽ കുഴപ്പമില്ല, സംസ്ഥാന സർക്കാർ നടത്തുന്നതുകൊണ്ടല്ലേ കുഴപ്പം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. സംശയം എന്താ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവർ വെച്ച നിർദ്ദേശം, അതിന് സംസ്ഥാന സർക്കാർ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുക. നിങ്ങളത് മനസ്സിലാക്കുക. നമ്മൾ ശബരിമല തീർത്ഥാടനം നടത്തുന്ന അതേപോലെ തന്നെ ശബരിമല തീർത്ഥാടനം ദേവസ്വം ബോർഡല്ലേ. അതെന്താ മനസ്സിലാക്കാത്ത? പമ്പയിൽ നടത്തിയ സ്വാഗത സംഘത്തില് ആരൊക്കെയാ പങ്കെടുത്തേ? ജിനേഷ് കുമാറെ, നിങ്ങൾ പമ്പയിൽ നടത്തിയ സ്വാഗത സംഘത്തിൽ ആരൊക്കെ പങ്കെടുത്ത? ചീഫ് സെക്രട്ടറിമാര്, പമ്പയിൽ നടത്തിയ സെക്രട്ടറിമാര് അല്ലേ? ബാബു, അയ്യപ്പ സംഘം നടത്തുന്ന ചീഫ് സെക്രട്ടറി, മന്ത്രിമാര്, അതിനു മുമ്പ് ശ്രീ ആർ വി ബാബു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഇങ്ങനെ അതെ, ഞാൻ പറയുന്നതുകൊണ്ടൊന്ന് കേൾക്കൂ. നിങ്ങളിങ്ങനെ പറഞ്ഞെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നില്ലേ? പമ്പയിൽ സ്വാഗത സംഘം നടത്തി, അതിനു മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്ത് സ്വാഗത സംഘം നടത്തി. ഇത് ഔദ്യോഗികമായി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചപ്പോൾ ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാനുണ്ടായിരുന്നു. എൻ്റെ തൊട്ടടുത്തിരുന്നത് പന്തളം രാജകുടുംബത്തിലെ കുടുംബാംഗമായിട്ടുള്ള പ്രദീപ് വർമ്മയാണ്. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥതല ഏകോപനത്തിന് വേണ്ടി യോഗം ചേർന്നു. അത് ഉദ്യോഗസ്ഥതല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏകോപനമാണ്. ആ ഏകോപനം എന്ന് പറയുമ്പോൾ 3000-ഓളം ആളുകൾ പമ്പയിൽ വരുന്നു. സാധാരണ തീർത്ഥാടനത്തിനും വരുന്നതല്ല. അവരെ ക്ഷണിച്ചു വരുത്തുകയാണ്. അവർക്ക് താമസിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ക്രമീകരിക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, പന്തൽ ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം തയ്യാറാക്കണം. അവിടുത്തെ ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളുടെ ഒരു കോർഡിനേഷൻ അക്കാര്യത്തിൽ ഉണ്ടാവണം. അതിന് ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു. മന്ത്രി തന്നെ സ്ഥലത്ത് വന്നു. അതെല്ലാം പരിശോധിക്കപ്പെട്ടു. കാരണം നിങ്ങളിങ്ങനെ സൂക്ഷ്മമായി എന്താണ് ഗവൺമെൻറ്റിനെ അടിക്കാൻ കിട്ടുന്നതെന്ന് നോക്കി നിൽക്കുകയല്ലേ. ഒരു പഴുതുമില്ലാതെ ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന, ജനം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നടത്തണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തുറന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്കൊരു മറയുടെയും ആവശ്യമില്ല. ഇവിടെ രാഹുൽ പറഞ്ഞല്ലോ, കേരളത്തിലെ ഹൈന്ദവ മതവിഭാഗത്തിൽ മഹാഭൂരിപക്ഷം അണിനിരക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലാണ്. കേരളത്തിലെ ക്രൈസ്തവ മതവിഭാഗത്തിൽ മഹാഭൂരിപക്ഷം അണിനിരക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലാണ്. കേരളത്തിലെ ഇസ്ലാം മത വിഭാഗങ്ങളിൽ മഹാഭൂരിപക്ഷവും അണിനിരക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലാണ്. എല്ലാ വിഭാഗം ആളുകളും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷവും CPIM-ഉം എന്നെല്ലാം പറയുന്നത്. ശബരിമലയും അങ്ങനെ തന്നെയാണ്. എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവർ വിശ്വസിക്കുന്ന ആത്മീയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. RSSും സംഘപരിവാറും കാണുന്ന വർഗീയതയ്ക്ക് ഉപയോഗിക്കുന്ന കേന്ദ്രമല്ല. എല്ലാ കേരളത്തിലെയും ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിലെ എല്ലാ ജാതി മതവിഭാഗങ്ങൾ അവരെല്ലാം ആശ്രയിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ആ ശബരിമല തീർത്ഥാടന കേന്ദ്രം നമ്മുടെ നാടിന് ഒരു വലിയ കേന്ദ്രമായി, ഒരു തീർത്ഥാടന കേന്ദ്രമായി നിൽക്കുമ്പോൾ അവിടെ വരുന്ന ഭക്തർക്ക് നമ്മൾ ഇന്നലെയെല്ലാം ഇങ്ങനെയായിരുന്നു എന്ന് കണ്ട് നാളുകളിലും അങ്ങനെ പോവുകയല്ല. നമ്മൾ അതിനെ സംബന്ധിച്ച് വിശദമായി മനസ്സിലാക്കുകയാണ്. ഇപ്പം ദേവസ്വം ബോർഡാണ് പോർട്ടൽ തയ്യാറാക്കി അവിടേക്ക് പ്രതിനിധികളെ ക്ഷണിക്കുന്നത്. എല്ലാ ആളുകൾക്കും ക്ഷണിക്കാം. ഇപ്പോൾ 3500-ഓളം വിദേശ പ്രതിനിധികൾക്ക് അവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അവർക്ക് കത്ത് കൊടുത്തു. അവരിൽ താല്പര്യമുള്ളവർക്ക് വരാം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരാം. അവിടുന്ന് വരുമ്പോൾ അവരനുഭവിക്കുന്ന പ്രയാസമുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് വരുന്നവർ ശബരിമല എത്തുമ്പോൾ അനുഭവിക്കുന്ന പ്രയാസമല്ല കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും വരുന്നവർ അനുഭവിക്കുന്ന പ്രയാസം, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ അനുഭവിക്കുന്ന പ്രയാസം, ബാംഗ്ലൂർ കർണാടകയിൽ നിന്ന് വരുന്നവർ അനുഭവിക്കുന്ന പ്രയാസം, ഇന്ത്യക്ക് പുറത്തു നിന്ന് വരുന്ന അവരുടെ എല്ലാ പ്രയാസങ്ങളും അഡ്രസ് ചെയ്യുക. പൂർണ്ണമായി ഒരു വർഷം കൊണ്ട് ഒരു അയ്യപ്പ സംഗമത്തോടെ ഇതെല്ലാം അങ്ങ് പരിഹരിക്കാമെന്നല്ല. അതെല്ലാം നിർദ്ദേശങ്ങളെല്ലാം കേട്ട് ആ നിർദ്ദേശങ്ങളെല്ലാം കേട്ട് ഭാവിയിൽ ശബരിമല തീർത്ഥാടന കേന്ദ്രം സുരക്ഷിതമാവണം, സുഗമമാവണം.
ഇതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ വളച്ചൊടിച്ച് അതിനെ ദുർവ്യാഖ്യാനിച്ച് ദയവ് ചെയ്ത് ആ പരിപാടിയുടെ ശോഭ കെടുത്തരുത്. റെയിൽപാത തുടങ്ങിയ കാര്യങ്ങൾ, വിമാനത്താവളം അടക്കം 2028 കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷ സർക്കാർ മുന്നോട്ട് വെക്കുമ്പോഴും 2007 മുതൽ ഇങ്ങോട്ട് ഈ മാസ്റ്റർ പ്ലാൻ അടക്കമുള്ളവയ്ക്ക് സംഭവിച്ചത് എന്താണ് എന്ന ചോദ്യങ്ങൾ കൂടി ഉയർത്തപ്പെടുന്നുണ്ട്. ഇടവേള. ഡോക്ടർ ജിൻഡോ ജോൺ ഞാൻ വരാം. ഡോക്ടർ ജിൻഡോ ജോൺ, ഒരു കാലത്ത് തൽപര കക്ഷികളിൽ നിന്ന് ഉണ്ടാകുന്ന വലിയ വിമർശനം ശബരിമലയിൽ നിന്ന് മുഴുവനും സർക്കാർ ഊറ്റിക്കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അത് സർക്കാർ അതിന്റെ കൃത്യമായി കണക്കുകളടക്കം മുന്നോട്ട് വെച്ച് അതിനെ ഖണ്ഡിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ സർക്കാർ നേരത്തെ ശ്രീ ആർ വി ബാബു തന്നെ പറഞ്ഞതുപോലെ ഒരു വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അല്ലാത്ത ഇടങ്ങളിൽ നിന്ന് സർക്കാരിന് കൃത്യമായി വരുമാനം കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും സുരക്ഷയിലുമൊക്കെ വിശ്വസിച്ച് വരുന്ന ആളുകൾക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് സർക്കാരിന് നിക്ഷിപ്തമായ ഉത്തരവാദിത്തമാണ്. ആ നിലയ്ക്ക് ഉള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യുമ്പോൾ പക്ഷേ ഇപ്പോൾ ഈ ഹിന്ദു ഐക്യവേദി പ്രതി ശ്രീ ആർ വി ബാബുവും ശ്രീ ജിൻഡോ ജോണും ഒക്കെ ഏതാണ്ട് ഒരേ സ്വരത്തിൽ ഒരേ വാക്കുകൾ പോലുമാണ് ഉപയോഗിക്കുന്നത്. അത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കേസുകളുടെ കാര്യത്തിലാണ് എങ്കിലും സർക്കാരിന് ഇത് ചെയ്യാമോ തുടങ്ങിയ ആശങ്കകളിലൊക്കെയാണ് എങ്കിലും സംഘപരിവാർ സംഘടനകളുടേതിന് സമാനമായ ആശങ്കകളാണോ കോൺഗ്രസിനെയും ഭരിക്കുന്നത്? അത് ഒരു കാരണവശാലും സംശയിക്കേണ്ട. ആർ വി ബാബുവിൻ്റെയും ജിൻഡോ ജോണിൻ്റെയും അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെയും കോൺഗ്രസിൻ്റെയും ശബ്ദങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല. ഇന്ന് വരെ ആയിട്ടില്ല, നാളെയും ആയിരിക്കില്ല. നമ്മളൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ മെറിറ്റിലേക്ക് പോകുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു കാരണവശാലും സംശയിക്കേണ്ട. അതിനൊരു ഉദാഹരണം, വിഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം സർക്കാർ പിൻവലിച്ചു എന്ന് ആർ വി ബാബു പറഞ്ഞു. അത് കളവാണ്. 199 കേസിൽ 157 അത്ര പ്രാധാന്യമില്ലാത്ത ഗൗരവമില്ലാത്ത കേസുകളെ പിൻവലിച്ച, പോലീസ് സ്റ്റേഷൻ കത്തിച്ചതടക്കമുള്ള 42 കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് ജനീഷ് കുമാർ പറയുമെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ പറഞ്ഞില്ല. അതാണ് തന്നെയാണ് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളതും. BJPക്ക്, സംഘപരിവാറിന് അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിക്കൊക്കെ ചിലത് പറയാനുള്ള ഇടം ഒരുക്കി കൊടുക്കുകയാണ് പിണറായി സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് എനിക്ക് ജനീഷ് കുമാറിനോട് ചോദിക്കാനുള്ളത്, ജനീഷ് കുമാർ അടക്കമുള്ള CPMന്റെ MLA മാർ, CPMന്റെ മന്ത്രിമാർ ശബരിമല അയ്യപ്പനിൽ വിശ്വസിക്കുന്ന വിശ്വാസികളാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ നടത്തുന്ന ശ്രമങ്ങളൊക്കെ അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ പിന്നെ അവിടെ ദേവസ്വം ബോർഡിന് എന്താണ് ജോലി? പ്രതിവർഷം അവിടെ കോടിക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്നതിനുള്ള അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ പറ്റില്ല എങ്കിൽ അങ്ങനെ ഒരു കണക്ക് നിങ്ങൾ മുന്നോട്ട് വെക്കണം. അവിടെ കിട്ടുന്ന പണം കൊണ്ട് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ വെളിപ്പെടുത്തണം. ഇതൊരുമാതിരി അമ്പലപ്പറമ്പിൽ പുഷ്പനെ അന്വേഷിച്ച് നടന്നതുപോലെയുള്ള ഒരു പരിപാടിയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ പമ്പ സന്നിധിയിൽ ചെന്നിട്ട് നിങ്ങൾ ആഗോള സംഗമം നടത്തുന്നത്. ലോക കേരള സഭ പോലെ ഒരു കച്ചവട പരിപാടി മാത്രമല്ല ഇത് സംഘപരിവാറിന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരുടെ വിത്ത് വിതയ്ക്കാനുള്ള ഒരു നിലമൊരുക്കി കൊടുക്കൽ കൂടിയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ശബരിമലയിൽ മാത്രം മതിയോ നിങ്ങൾക്ക് ഈ സേവനം? തൃശ്ശൂർ പൂരം കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവം കൂടിയായിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും കാണുന്നത്. ഈ തൃശ്ശൂർ പൂരം കളിക്കിട്ട് 2 കൊല്ലമാകാൻ പോവാ. ആ തൃശ്ശൂർ പൂരം കളിക്ക് RSSന് വിടുപണി ചെയ്ത ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിൽ നിന്ന് CPMന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇന്നുകൂടി ADGP MR അജിത് കുമാറിനെ തോളത്തെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന നിലപാടല്ലേ പിണറായി വിജയൻ സ്വീകരിക്കുന്നത്? ആരാണ് ജനീഷ് കുമാറെ തൃശ്ശൂർ പൂരം കളിക്കിയത്? ആ തൃശ്ശൂർ പൂരം കളിക്കിയവർക്കെതിരെ നമുക്ക് നടപടി സ്വീകരിക്കണ്ടേ? ശബരിമലയുടെ സംരക്ഷണത്തിന് പോകുമ്പോൾ അപ്പുറത്തെ തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ട് RSSന് പണിയെടുക്കുന്ന ആ ആഭ്യന്തര വകുപ്പിലെ പണിക്കാരെ നമുക്ക് കണ്ടെത്തണ്ടേ? അതുപോലെ ഇതെല്ലാം കാണണ്ടേ? ഇപ്പോൾ കനകദുർഗയെയും ഹിന്ദു അമ്മിണിയെയും അല്ലെങ്കിൽ രഹന ഫാത്തിമയൊക്കെ ശബരിമലയിലേക്ക് പോലീസ് അകമ്പടിയോടെ നടത്തിയ നടപടി തെറ്റായിരുന്നു എന്ന് ഈ ചർച്ചയിൽ പറയാനായിട്ട് ജനീഷ് കുമാറിന് ധൈര്യമുണ്ടോ? അപ്പൊ നിങ്ങൾ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇത്തരത്തിൽ കുറെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നിലമൊരുക്കി കൊടുക്കുന്നതാണ് ഇതൊക്കെ. ഇത് ഒരേ സമയം കച്ചവടവും മറ്റൊരു സൈഡിൽ കൂടെ ഇത് വർഗീയ താല്പര്യങ്ങൾക്കുള്ള ഇടമൊരുക്കി കൊടുക്കൽ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ ശബ്ദത്തെ ഒരു കണക്കിനും ആർ വി ബാബുവിന്റെ ശബ്ദമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട. ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യമാണ്, ആർ വി ബാബുവിന്റെ താല്പര്യം മറ്റൊന്നാണ്. ശരി, ശ്രീ കെ ജനീഷ് കുമാർ, ഒറ്റ മിനിറ്റേ ഉള്ളൂ. ഈ സംഘപരിവാർ സംഘടനകൾക്ക് വിമർശനം ഉന്നയിക്കാനും ഈ കാര്യങ്ങൾ പറയാനുമുള്ള വേദി ഒരുക്കൽ കൊടുക്കൽ മാത്രമാണോ നിങ്ങളുടെ ലക്ഷ്യം? അല്ല, തീർച്ചയായും ഇത് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഞങ്ങൾ വെച്ചിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശത്തെ കേരളത്തിൻ്റെ സമൂഹം ഒന്നാകെ സ്വീകരിച്ചിട്ടുണ്ട്. അയ്യപ്പ വിശ്വാസികൾ ആകെ സ്വീകരിച്ചിട്ടുണ്ട്. പന്തളം കൊട്ടാരമാണെങ്കിലും കേരളത്തിലെ ധാരാളം ഹൈന്ദവ സംഘടനകളാണെങ്കിലും മറ്റു സാമുദായിക പ്രസ്ഥാനങ്ങളാണെങ്കിലും RSSും അതോടൊപ്പം തന്നെ വർഗീയമായി നിൽക്കുന്ന സംഘപരിവാർ സംഘടനകൾക്കല്ലാത്ത എല്ലാ ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ കോൺഗ്രസിന്റെ ബോധ്യം ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ ആ യോഗത്തിൽ SNDPയുടെയും NSSന്റെയും എല്ലാ പ്രവൃത്തികളും അവിടെ ഉണ്ടായിരുന്നു.
നിങ്ങൾ കാണുന്ന അർത്ഥത്തിലല്ല അവരാരും സംസാരിച്ചത്. നിങ്ങൾ ഇത് വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ സംഘപരിവാറിന്റെ നാവായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും മാറിയാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. പണ്ട് കൊടി ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞു, ആ പോകാൻ പറഞ്ഞവരെല്ലാം പിന്നീട് അങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സംഘപരിവാറിന്റെ ഭീതിയുമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കരുത്. അവർക്ക് വർഗീയത, അവരുടെ വർഗീയത പ്രചരിപ്പിക്കാനുള്ള അവസരമാക്കി കേരളത്തിൽ നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. NSS-ഉം SNDP അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ, NSS-ഉം SNDP-യും മലയരന്മാരും അടക്കമുള്ള സംഘടനകൾ ഇതിനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയൊരു ശതമാനം ഹിന്ദു വിശ്വാസികൾ അംഗീകരിച്ചു എന്നാണ്. ഇനി അതിനെ മെച്ചമാക്കുക, എല്ലാരെയും കൂടെ വിളിക്കുക, കുമ്മനഞ്ചേനെ വിളിക്കുക, അങ്ങനെ ഒരു ബാലൻസ് കൊണ്ടുപോയാൽ മതി. അതാണ് വേണ്ടത്. ശരി, ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നു എന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് മുതൽ ഉണ്ടാകുന്ന പലതരം അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നിഗൂഢ താല്പര്യങ്ങളുണ്ട് എന്ന വിമർശനം ഇപ്പോഴും ഹിന്ദുത്വ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. സമവായം ഉണ്ടാക്കാൻ കഴിയുമോ സർക്കാരിന് എന്നുള്ളത്. ഇപ്പോൾ ഇന്ന് ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞ നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അഭിപ്രായ ഐക്യം ഉണ്ടാകുമോ എന്നടക്കം നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.